പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ ഹോൾഡർ ഉണ്ടാക്കാം. എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൗണ്ട് ആട്ടോ ഇത്. ഈ പേപ്പറും കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സൗണ്ട്. ഒരു കാർഡ്ബോർഡ് എടുക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക, ഈ ഒരു റെക്ടാങ്കിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാവുന്നതാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഡിസൈൻ ഈ കാർഡ്ബോർഡിൽ തന്നെ വരച്ചിട്ട് കട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു കാർഡ്ബോർഡിന് നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് ഇത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വരച്ചിട്ട് ചെയ്തു കൊടുക്കാമെന്ന് കരുതിയത്. നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനശ്വര, ഇവ, സഞ്ജന, അഞ്ജലി, അപർണ, സന, സൈറ, നിഹാൽ ആൻഡ് ഫലഹയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹായ് ഓൾ. റീസെൻ്റ്ലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നൊക്കെയുള്ള കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഡേയ്സിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നടക്കാറില്ല. ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, റീൽസ് കാണുന്നു, ഷോർട്സ് കാണുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, ഈ പരിപാടികൾ മാത്രമേ നടക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള എഫേർട്ടൊന്നും ഞാൻ ഇടാത്തത്. ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന ദിവസം, ലൈക്ക് റൂം മേക്ക് ഓവറോ ക്ലീനിങ്ങോ ഓർഗനൈസേഷനോ ഒക്കെ ചെയ്യുന്ന ദിവസം ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ പ്ലാന്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ബാക്ക് സൈഡിൽ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പ്ലാന്റ് ഇതേപോലെ ഒരു ഹോളിൽ കൂടെ പുറത്തേക്ക് എടുത്തിടുക. ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.